ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഷൂട്ട് ഉണ്ട് കേട്ടോ. ഞാൻ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴാണ് നോക്കുന്നത് വീഡിയോയ്ക്ക് എന്തില്ല, ഇൻട്രോ ഇല്ല. സോ നമ്മൾ ഇന്നൊരു ബ്രൈഡൽ ഷൂട്ടാണ് ചെയ്യുന്നത്. ഞാനും നമ്മുടെ ഇഫ മേക്ക് ഓവറിലെ സീനത്താൻ്റിയുമായിട്ട് ഒരുപാട് ദിവസം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരു ഷൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പോയി കണ്ടിട്ട് വരും വീഡിയോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ ഇറങ്ങി കേട്ടോ. നമ്മൾ സുട്ടപ്പലിനാണ് പോണത്, കാരണം നല്ല കാറ്റും വെയിലുണ്ട്. അപ്പോൾ അവിടെ സ്കൂട്ടിയിൽ പോകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡും ആവും, പിന്നെ ഡള്ളാവും. അപ്പോൾ സുട്ടപ്പലിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മമ്മിക്കാണെങ്കിൽ ഭയങ്കര തലവേദന ഉണ്ട്. ഇന്നലെ രാത്രിയാണ് ഭയങ്കര ഇങ്ങനെ ടെൻഷനായിട്ട് തോന്നുന്നു, ഭയങ്കര തലവേദനയും കൊറിയർ മറ്റേ തലവേദനയായിരുന്നു. ഇന്നലെ രാത്രി തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ രാത്രി ടാബ്ലറ്റ് കഴിച്ചു, എന്നിട്ടും ഇപ്പം മാറിയിട്ടില്ല. അപ്പം പിന്നെ വാവക്കുട്ടി ഇതപ്പം നീറ്റ് വന്നിട്ടേ ഉള്ളൂ. കൊറിയർ വന്നിട്ടുണ്ടല്ലോ. പെട്രോൾ അടിക്കാൻ കയറി ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ അങ്ങനെ ഈ ഫാൻറ്റിയുടെ പാർലറിൽ എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തു. ഓൾറെഡി കീ പെട്ടെന്ന് എടുത്തില്ല വിചാരിച്ചു. ഓക്കെ, നല്ല വീടുണ്ട്. ഞാൻ കുറേ ആയിട്ട് അങ്ങോട്ട് വന്നിട്ട്, വാവുകുട്ടി ഇടയ്ക്ക് വരുമെങ്കിലും ഞാൻ വന്നിട്ട് കുറച്ച് അധികമായി. പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് മമ്മിക്കും എനിക്കും ഞാൻ ത്രെഡിങ് ഇഷ്ടമല്ല. എനിക്കിഷ്ടമില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പെയിനാട്ടോ. എനിക്ക് ത്രെഡിങ് ഭയങ്കര പെയിൻ. എനിക്ക് എന്തോ പോലെ ഞാൻ ഒരു രോമം എടുക്കുമ്പോഴത്തേനും ചേച്ചി വെയിറ്റ് അടുത്ത രോമം എടുക്കുമ്പോൾ ചേച്ചി വെയിറ്റ് അങ്ങനെ പറഞ്ഞിട്ടായിട്ട് എടുക്കുക. അതുകൊണ്ടാണ് എനിക്ക് ത്രെഡിങ് ഇഷ്ടമല്ലാത്തത്. പക്ഷേ ത്രെഡ് ചെയ്തതിന് മോക്കും എനിക്കിഷ്ടമാണ്. മമ്മിക്ക് എന്താ ഇഷ്ടമില്ലാന്നതെന്ന് വെച്ചാൽ എൻ്റെ ഐബ്രോസ് ഭയങ്കര കട്ടിയല്ലേ. അപ്പോൾ അത് ചെയ്താൽ മമ്മി ആ കട്ടി പോകുമെന്ന് വിചാരിച്ച് മമ്മിക്ക് ഞാൻ ചെയ്യണത് ഇഷ്ടമല്ല. ബട്ട് ഷൂട്ട് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ത്രെഡ് ചെയ്തേ പറ്റുള്ളൂ, എന്നാലാണ് ആ ഒരു പെർഫെക്ഷൻ വരത്തുള്ളൂ. മുന്നേ എനിക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ബട്ട് ഇപ്പോൾ പറഞ്ഞൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ സ്ഥിതിക്ക് എനിക്കറിയാം എന്തൊക്കെയാണ് ചെയ്തില്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ആവാന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ചെയ്തു. ഹായ്, എത്ര ദിവസമായി കണ്ടിട്ട്? നമ്മൾ കുറേ ഞങ്ങൾ ഈ ഒരു സാരിയുടെ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെ കുറേ ദിവസങ്ങളായി. അതെ, മാസങ്ങളായി. അപ്പൊ ഇപ്പോഴാണ് ഞാൻ വന്ന സമയത്ത് പ്ലാൻ ചെയ്തതാണ്. അപ്പത്തേനും കുറച്ച് ബിസി ഷെഡ്യൂളായി പോയി എനിക്ക്. മറ്റേ കുറേ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇന്നാണ് ഇപ്പോൾ നമ്മളൊരു സൺഡേ ആണ് കേട്ടോ. ഇന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്ന് സെറ്റ് ഷൂട്ട് സെറ്റാക്കിയത്. പക്ഷെ ബ്ലൗസ് അന്ന് ഞാൻ ഇട്ട് നോക്കിയായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ട്രയൽ ചെയ്യാൻ വേണ്ടി വീട്ടിലോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സൂപ്പർ കളറായാലും എല്ലാം സെറ്റാണ്. അപ്പോൾ പിന്നെ കൂടുതൽ ബ്രൈറ്റ്സ് റെഡ് ആണല്ലോ ചൂസ് ചെയ്യുക, അതുകൊണ്ട് ഞാൻ റെഡ് ഇട്ടു. പിന്നെ എനിക്ക് റെഡ് എനിക്ക് ചേരുന്ന എനിക്ക് തോന്നിയൊരു കളറാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു റെഡ് മതി ആൻറ്റി പറഞ്ഞു. നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്ത് ബാക്കൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആൻറ്റി ക്ലെൻസിങ് ആണ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ടൊരു ഐസ് വാട്ടറിൽ ഇതേപോലെ ഒരു കോട്ടൺ പാഡ് ഡിപ്പ് ചെയ്തിട്ട് ഫേസിൽ റബ്ബ് ചെയ്തപ്പോൾ ഭയങ്കര സുഖമായിരുന്നു കേട്ടോ. അതാ ചെയ്തേ. അങ്ങനെ ഞങ്ങൾ ലെൻസ് വെച്ചിട്ടുണ്ട്. എനിക്കില്ലെങ്കിൽ എപ്പോഴും ഇറിറ്റേഷൻ വരലുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇറിറ്റേഷനേ വന്നില്ല, നല്ല കറക്റ്റായിട്ടിരുന്നു. ഈ ഷെയ്ഡ് രസമുണ്ടോ ഗൈസ്? എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളുടെ മേക്കപ്പ് കഴിഞ്ഞ് സെറ്റ് ആവാനിരിക്കുവാണ്. ഇനി നമ്മളുടെ ഹെയർ ക്രിംപ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഇവിടുന്ന് വാഷ് ചെയ്തിരുന്നു. ഇനി ഹെയർ ക്രിംപ് ചെയ്തിട്ട് കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ ഹെയർ ക്രിംപിങ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് ക്രിംപ് ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ സത്യത്തിൽ എൻ്റെ ഹെയർ. എന്തോ ഇത് സെറ്റായി. സമയം ഇപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഉച്ച സമയം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ആൻറ്റി തന്നെ എനിക്ക് എനിക്ക് മന്തിയൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഇരുന്ന് കഴിക്കാണ്. ബിക്കോസ് AC യിലിരുന്ന് കഴിക്കാം. ബിക്കോസ് കുറേ വരുന്നുണ്ടായിരുന്നു.
മേക്കപ്പ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പുറത്താണ് അവരൊക്കെ കഴിക്കുന്നത്. കാരണം ഇവിടെ ഒരു ചെയറേ ഉള്ളൂ, 2 ചെയറുണ്ട്. പക്ഷെ ഒരെണ്ണത്തിൽ ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ വെച്ചത് കാരണം അവരൊക്കെ അപ്പുറത്ത് പോയിരുന്ന് കഴിക്കുവാണ്. അപ്പം ഞാൻ വേഗം കഴിക്കട്ടെ. ഹെയർ സ്റ്റൈല് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ അയൺ ചെയ്തിടും കേട്ടോ. അയണല്ല, കേൾ ചെയ്തിടും. കേൾ ചെയ്തിട്ടാ പോരെ? കേൾ ചെയ്തിട്ടും. കാരണം അത് നമുക്ക് ഇനി അപ്പോൾ ഇനി സാരി ഡ്രിപ്പിങ് കഴിഞ്ഞിട്ടില്ല, ബ്ലൗസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ കണ്ണാടി വെച്ച് നോക്കിയിട്ടില്ല. ആൻറ്റി കാണിച്ചു തരും എങ്ങനെയാന്ന്. കണ്ടോ? കാണുന്നുണ്ടോ? അപ്പോൾ ഇന്നൊരു ഷൂട്ടുണ്ട് കേട്ടോ ഉണ്ണിക്ക്. അപ്പോൾ ഉണ്ണി ഷൂട്ടിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. വാവുകുട്ടി പുറത്ത് പോയിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ണീനെ വിളിച്ചപ്പോൾ ഫുഡ് കഴിച്ചോ ചോദിച്ചപ്പോൾ ഇല്ല, കഴിഞ്ഞിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾക്ക് പാവം വിശന്നിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് ഫുഡും കൊണ്ട് പോവാം. ഞാനിവിടെ ഇരുന്നിട്ട് എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്തോ പോലെ ആവണം. അപ്പോൾ എന്തായാലും പോവാന്ന് പറഞ്ഞു. ഇന്നലെ തലവേദന വന്നു. അപ്പോൾ അത് കാരണം കണ്ണൊക്കെ അതാ വീങ്ങിയിരിക്കുന്നത്. മാറിയിട്ട് ഉച്ചയ്ക്കൊക്കെ എണീറ്റത്. അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ, കുറച്ച് ഫുഡാക്കിയിട്ട് പോട്ടെ. വെയിലാണ് നല്ലോണം, എന്നാലും വേണ്ടില്ല. നമ്മൾ ഇത് കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു കവറിനകത്ത് ഇട്ടിട്ട് ഒരു കവറിൽ വെച്ചതാണ്. പിന്നെ ഉണ്ണി സുട്ടപ്പനെയും കൊണ്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ വണ്ടിയിൽ വെക്കാറില്ല, പിന്നെ വരുമ്പോൾ തൂക്കിയിട്ട് വരണ്ടല്ലോ. അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സഹായത്തിന് വരുന്ന കുട്ടി അവളിന് അവിടെ കയറുമ്പോൾ ഇറക്കി വിടച്ചിട്ട് അവളും വരുന്നുണ്ട് പറഞ്ഞപ്പോൾ. ലുക്ക് ഹിയർ ഗൈസ്, ആരാ വന്നിരിക്കുമേ നോക്കി, സർപ്രൈസ് ആയിട്ട്. ഇതെന്റെ മമ്മി കേട്ടോ. വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ കുറേ തവണ വിളിച്ചു വരുമോന്ന്. അപ്പൊ മമ്മി വയ്യ, എനിക്കാണെങ്കിൽ ഇന്ന് തീരെ വയ്യ എന്നൊക്കെ പറഞ്ഞതാണ്. കള്ളിപ്പെണ്ണേ. ആ ജയന്റെ പോലുള്ള മുടി ഒന്ന് മാറ്റാവോ? ഫ്രണ്ടിൽ ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്നത്. ഞാൻ സർപ്രൈസ് ആയിട്ടാട്ടോ വന്നത്. അത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചില്ല. അത് ഇനി ഒന്നും കൂടി ഇട്ടോ. ഞാൻ വരുമ്പോ എങ്ങനെ കാണിച്ചു അതുപോലെ കാണിച്ചോ? മമ്മി വരുമ്പോ എങ്ങനെ കാണിച്ച്? മമ്മി വരുമ്പോ എങ്ങനെ കാണിച്ച്? സാരി കുറേ നാളായിട്ട് ഈ ബ്ലൗസ് നമ്മളെ വീട്ടിലിരിക്കുകയാണ്. പിന്നെ ഉണ്ണി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയപ്പോൾ അവൾക്ക് ജാട, വേറെ ഷൂട്ട് ചെയ്യില്ല. പിന്നെ ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും എൻ്റെ ഉണ്ണീന് പറയില്ല. അവൾ എന്താ പറയുന്നറിയാൻ. പിന്നെ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. നമ്മൾ വരുന്ന ഇതിനു മുൻപ് വന്നതാണ് കേട്ടോ. നമ്മൾ ഈ ഇതൊക്കെ പഠിക്കാൻ പോകുന്നതിന് മുൻപ് സാരിയും ബ്ലൗസും ഒരു രക്ഷയില്ല. ബ്ലൗസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. ഇത് ബ്ലൗസിന്റെ ആള് ഇവരാണ് കേട്ടോ. സാരി ഇവർ തന്നെയാണോ? അതെയോ? ബൊട്ടിക്ക് ഉണ്ടോ? അതെ അല്ലേ, അങ്ങനെയാണ് കേട്ടോ. ബാക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഡിസൈൻ ചെയ്തത്. ഹെയർ സ്റ്റൈലും എനിക്ക് ഇഷ്ടപ്പെട്ടു. മേക്കപ്പ് എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടു. മേക്കപ്പ് നമ്മളെ സീനത്താൻറ്റിയാണ്. ഇഫാൻറ്റിന്ന് എനിക്കിഷ്ടം. എനിക്ക് സീനത്താൻറ്റി വിളിക്കാൻ ഇഷ്ടമല്ല. അതായിക്കോട്ടെ, ഞങ്ങൾ ഇഫാൻറ്റി. അരപ്പട്ട വയ്ക്കുമല്ലോ, അപ്പൊ സെറ്റായി. നോക്കട്ടെ. അപ്പൊ ഒരു ചെക്കനെ കിട്ടിയ കെട്ടിക്കാല്ലേ. അതാണ് ഇവരെപ്പോഴും അതെ, ക്രിസ്ത്യൻ ബ്രൈഡ്, ഹിന്ദു ബ്രൈഡ്, മുസ്ലിം ബ്രൈഡ് ഒക്കെ ചെയ്യും. ചെക്കനെ മാത്രം ഒരു റെഡിയാക്കില്ല. ഞാനൊരു ചെക്കനെ റെഡിയാക്കിട്ടാ വന്നിരിക്കുന്നത്. അതെയോ? ഇത് തിരി നോക്കട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി പൊട്ട് വെക്കണം, പൊട്ട് വെച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഓർണമെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അമോഹ ബ്രൈഡൽ ജ്വല്ലറി എന്നാണ് കേട്ടോ, പാലക്കാട്. പൊട്ട് വെക്കട്ടെ കേട്ടോ. കഴിഞ്ഞു കേട്ടോ. വീഡിയോ എടുക്കലാണ്. അങ്ങോട്ടൊന്ന് തിരിയോ? ലാസ്റ്റ്
ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മളുടെ എല്ലാ മേക്കപ്പും ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലൊക്കേഷനിലോട്ട് പോയാൽ മാത്രം മതി. ഈ ഡുമിക്ക് പോണ വഴി ഇറങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ മമ്മീനെ ഇറക്കി വിടത്തില്ല. ബിക്കോസ് മമ്മി വേണം കൂടെ. വരില്ലേ വരില്ലേ വയ്യേ? ഇനി പോകുമ്പോ ഞാൻ വേണം ഗൈസ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിട്ട് ഈ കല്യാണ പെണ്ണിന്റെ വേഷത്തില്. അവിടെ സാരിയൊക്കെ നേരെ ഇട്ടപ്പോൾ റെഡിയാക്കി കൊടുത്തു. വണ്ടി ഓടിച്ചിട്ട് അല്ല ഓട്ടോയിലും കയറി പോയാൽ മതിയായിരുന്നു. അപ്പം അമ്മച്ചും പല പല വല്യപ്രകാരം കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ആവശ്യമായിട്ട് ഉള്ള ചെരുപ്പ് കൊണ്ടെന്നൊക്കെ ഇതുണ്ട് കൈ പിടിച്ചിരിക്കുക. അപ്പം നമ്മൾ വണ്ടിയൊക്കെ തിരിച്ചു കേട്ടോ. ഇൻഡിക്കേറ്റർ സൗണ്ട് കേൾക്കണില്ല. അപ്പോൾ അത്ര 19 അവിടെ എവിടെയൊക്കെയാണ് ഈസ്റ്റോ അങ്ങനെ ഈസ്റ്റ് ഒറ്റപ്പാലത്തേക്കാണ് കേട്ടോ. ഏതോ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പുറത്തേക്കാണ് ഷൂട്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പോകുമ്പോൾ കയറുമ്പോൾ ഇറങ്ങണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇറക്കി വിടത്തില്ല, ഞാൻ ബ്രേക്ക് പിടിച്ചാലേ വണ്ടി നിൽക്കത്തുള്ളൂ. ഞാൻ കിടന്നു ഉറങ്ങും. എന്നാ ശരി, ഞാനവിടെ വണ്ടി അങ്കിൾ പൊക്കോട്ടെ. നമ്മള് ധൃതി പിടിച്ച് പോവല്ലേ, അതൊക്കെ പോയാൽ മതി. പാട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതില്. ഇത് കട്ട് ചെയ്യാൻ എഡിറ്റ് ചെയ്യാന്നും പറയണ്ട. സേ ഹൈ ടു ഹൈവേ പോലീസ്. അതെ, നിനക്ക് പതുക്കെ പതുക്കെ പതുക്കെ. എന്താണ്, ചെക്കനും കൂട്ടരും വേറെ വണ്ടിയിൽ വരും കേട്ടോ. ഇത് പെണ്ണിന്റെ ആൾക്കാരാണ്. വാവക്കുട്ടി ചെക്കൻ്റെ ആൾക്കാരൊപ്പമാണ്. അവള് ഞങ്ങൾ കാല് മാറി. അവള് എന്നും ഇങ്ങനെയാ, എന്തെങ്കിലും ഒപ്പിക്കും. ആൾക്കാർ വിചാരിക്കും ശരിക്കും പകുതിയിൽ വെച്ച് വീഡിയോ കാണുന്ന ആൾക്കാർ ഇടയിലൊരു പ്രാങ്ക് പോലെ പറയാം. നമുക്ക് പുറത്തിറങ്ങിയിട്ടേ ചെക്കനും ആൾക്കാരും വരണ്ട, ഒരു നാളികേര വെള്ളം തരുമോ? അതെന്താ സംഭവം? നാളികേര വെള്ളം നമ്മള് വെള്ളം കുടിക്കാൻ ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ടേ വെറുതെ കുടിക്കുക. ഓക്കെ ഗൈസ്, നമ്മുടെ രാജേഷേട്ടൻ എത്തിയിട്ടുണ്ട്, ഫോട്ടോഗ്രാഫർ എത്തിയിട്ടുണ്ട്. ഇന്ന് എവിടെ ശിങ്കിടികളൊന്നും ഇല്ലേ? ഇന്ന് ശിങ്കിടികളില്ലേ? ഒക്കെ ബിസിയാണോ? ഇന്ന് സൺഡേ ആണ് കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ്. നമ്മളിവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മളിതായിരുന്നില്ല വിചാരിച്ചിരുന്ന ലൊക്കേഷൻ, വേറൊരു ലൊക്കേഷനായിരുന്നു. പക്ഷേ ഈ ഒരു കോസ്റ്റ്യൂമിന് അതൊന്നും സ്യൂട്ട് ആവാത്ത പോലെ തോന്നി. അപ്പം അതിനടുത്ത് തന്നെ നിയർ ബൈ വേറൊരു ഹോസ്പിറ്റലുണ്ട്, ആയുർവേദ ഹോസ്പിറ്റലാണ്. സോ ഇവിടെ കുറച്ച് അടിപൊളി ഫ്രെയിംസ് ഉണ്ടാകുമ്പോൾ തോന്നി. അപ്പം നമ്മൾ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഫോട്ടോസിൻ്റെ ഓരോന്ന് ഇതാക്കുക. നമ്മൾ ഈ ഒരു ലൊക്കേഷൻ ആയിരുന്നില്ല കേട്ടോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ലൊക്കേഷൻ നമ്മുടെ ഒരു കോസ്റ്റ്യൂം ഒരു മാച്ചായി പോവാത്ത പോലെ തോന്നി. അപ്പോൾ അടുത്ത് തന്നെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അവിടെ പോയി നോക്കിയപ്പോൾ നല്ല നമ്മുടെ കോസ്റ്റ്യൂമിന് പറ്റി നല്ല അടിപൊളി സീനറീസും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഫ്രെയിം കറക്റ്റ് നമ്മുടെ ഔട്ട്ഫിറ്റിന് മാച്ചായി പോണ പോലെ തോന്നിയിട്ട് കറക്റ്റായിട്ട് ഒരു വിളക്കും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടി കഴിഞ്ഞൊരു 6:30 ആ ഒരു ടൈം ആകുമ്പോഴത്തേനൊക്കെ ആ വിളക്ക് കത്തിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആ ഒരു ടൈം വരെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേനും നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വിളക്ക് കത്തിച്ചിട്ടുള്ള ഒരു ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു ഫ്രെയിം. പിന്നെ ഈ ഒരു ലുക്കിൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് കളറാണ് നമ്മൾ സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പോഴും ഞാനാ പറഞ്ഞിട്ടോ റെഡ് എടുക്കാന്ന്. കാരണം ഓൾമോസ്റ്റ് എല്ലാ ബ്രൈഡ്സും റെഡ് അല്ലേ ചൂസ് ചെയ്യുക. അപ്പം ഞാനും റെഡ് വെച്ച് ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല. അപ്പം റെഡ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്ലൗസ് ആയാലും ഓർണമെന്റ്സ് ആയാലും മേക്കപ്പ് ആയാലും ഒക്കെ ഒരു സെറ്റായിട്ട് വന്നു. പിന്നെ എൻ്റെ ഐ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഇച്ചിരി വലുതായിട്ടാണ് എഴുതിയത്. ചിലപ്പോൾ എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല, പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ബേസിക്കലി എപ്പോഴും എഴുതുന്നത് വലുതാക്കി വാലൊക്കെ ഇട്ടിട്ടാണ്. അതേപോലെയാണ് എനിക്ക് ഫാൻറ്റി എഴുതി തന്നത്. കണ്ണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പോസ് ചെയ്യാണ്. ചിരിച്ചിരിച്ചിട്ടാണ് ഗൈസ് സത്യം പറഞ്ഞാൽ വയ്യാതെ ആയത്. ലുക്ക് തോന്നി.
കുറച്ച് സൈഡിലേക്ക് ആ റെഡി 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 പറഞ്ഞു അങ്ങോട്ട് മാറിയൊക്കെ കൂടത് ശരണോ മീന് എന്താ ചെയ്യണോ ഞാൻ എന്തിനാ റെഡി പറഞ്ഞു അറിയോ മാറിക്കോട്ടെ അങ്ങനെ മാറി ഭാഗത്തോട്ട് കയറി ഓക്കെ കൊണ്ടുപോയി മാറി റെഡി ആക്കിയല്ലോ ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി രാജേഷേട്ടൻ ഫോട്ടോസും വീഡിയോസൊക്കെ തരുമ്പോൾ ഞാൻ വീഡിയോസും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യാം. ആൻഡ് പാക്കപ്പ് ആയി ഗൈസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ഡീറ്റെയിൽസും. നമുക്ക് സാരി ആൻഡ് ബ്ലൗസ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. സാരി ആൻഡ് ബ്ലൗസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ദിര ബൊട്ടീക്ക് എന്നായിരുന്നു. പിന്നെ മേക്കപ്പ് ഒബ്വിയസ്ലി നമ്മുടെ ഇഫ മേക്ക് ഓവർ. ജ്വല്ലറി അമോഹ ബ്രൈഡൽ ജ്വല്ലറി എന്നായിരുന്നു. പാലക്കാടാണ് ഇവരുടെ ഷോപ്പ് വരുന്നത്. സോ എല്ലാവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി വരുന്ന ബ്രൈഡ്സും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞു. ഹൈ ആൻറ്റി. കമ്മൽ ഞാൻ ആദ്യം തന്നെ ഊരി വെച്ചു കേട്ടോ. ഭയങ്കര വെയിറ്റാണ്, കാരണം ഞാൻ അങ്ങനെ ഇടാറില്ലല്ലോ. ഇപ്പോഴാണ് സെറ്റായത് മേക്കപ്പ് കേട്ടോ. ഇല്ല കുറച്ചല്ലേ ഉള്ളൂ. കുറേ ഉണ്ടോ അങ്ങോട്ട് നടക്കാൻ? കുറേ ഉണ്ടോ? എന്നാ നടക്കാം. എന്നാ വണ്ടി പോവാല്ലേ? ഞങ്ങൾ വണ്ടി പോട്ടെ. ഹായ്. എനിക്ക് ചെക്കനെയും തന്നില്ല, എന്റെ കല്യാണം കഴിപ്പിച്ചില്ല. അവരെന്നെ വന്നിട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇല്ല. മമ്മി ഉണ്ണിയുടെ ബോട്ടിലെടുത്തോ? അടുത്തിട്ട് വണ്ടിയുടെ ബാക്കിലുണ്ട്. ഉറപ്പാണോ? ഷുവർ. ഞാൻ പോയില്ല കേട്ടോ. ഞാൻ അവിടെ തന്നില്ല, കല്യാണം കഴിപ്പിച്ചില്ല. മമ്മി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ചെക്കൻ. വേണ്ട, നടു റോട്ടിന്ന് ഓർണമെന്റ്സ് ഊരിപ്പിക്കുകയാണ്. അതന്നെ ഞാന് പോയില്ല കേട്ടോ. ഇവര് പോയിട്ട് എടുത്തിട്ടാ വന്നത്. ഞാൻ ഇവിടെ കാറിൽ മിണ്ടാതെ കിടന്നു.